നിതിൻ, UDF എന്ന് പറയുന്ന ആ മുന്നണിയിലേക്ക് കുറച്ചു നാൾ മുന്നേ ഒരു 3 പേരെ CK ജാനു, PV അൻവർ, പിന്നെ വിഷ്ണുപുരം അയാൾ തിരിച്ചുപോയി. അയാൾ പോലും അറിഞ്ഞില്ല എന്നാ പറയുന്നത്. യഥാർത്ഥത്തില് ഈ UDFന് മുന്നണി ഇനിയും വലുതാക്കേണ്ട ആവശ്യമുണ്ടോ എന്നതൊരു ചോദ്യമാണ്. ഇപ്പൊ കേൾക്കുന്നത് കേരള കോൺഗ്രസ് എം ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത അതിപ്പോ അവർ തന്നെ നിഷേധിച്ചിരിക്കുകയാണ്. എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, UDF മുന്നണി ഇനി വിപുലീകരിക്കേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒത്തൊരുമയോടെ നിന്നാൽ കേരളം കോൺഗ്രസിനെ കൈവിടില്ല എന്നുള്ള കാര്യം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ കോൺഗ്രസിന് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്താണ് ഇതിനെ കുറിച്ച്? തീർച്ചയായും ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ വലിപ്പം അറിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ PV അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ UDFന്റെ അസോസിയേറ്റ് മെമ്പറാക്കി കഴിഞ്ഞ മാസം തീരുമാനമെടുത്തു. അതായത് എന്താവശ്യത്തിനാണ് PV അൻവറിനെ ഇപ്പോൾ UDFലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? PV അൻവർ അയാളുടെ ഏറ്റവും വലിയ തട്ടകമാണെന്ന് പറഞ്ഞ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ മത്സരിച്ചിട്ട് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ 10,000 വോട്ടുകൾക്ക് വിജയിച്ചു. ആരെയാണ് ഷൗക്കത്ത്? അത് മാത്രമല്ല, CPM-നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയത്ത് നാഴികയ്ക്ക് 40 വട്ടം കോൺഗ്രസ് നേതാക്കന്മാരെ തെറി പറയുന്ന, അതായത് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കാൻ ആവശ്യപ്പെട്ട ഇന്ത്യയിലെ ഏക രാഷ്ട്രീയക്കാരനാണ്. CPM-കാരെക്കാളും കൂടുതൽ അതായത് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ശത്രുവായ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രുവായ BJP-യുടെ ഒരു നേതാവ് ഇതുവരെ പറഞ്ഞിട്ടില്ല. RSSന്റെ ഒരു ഭാരവാഹിയോ കാര്യവാഹിയോ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കാൻ ആവശ്യപ്പെട്ട നെറികെട്ടവനാണ് ഈ PV അൻവർ. അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശനെ അവഹേളിക്കാറുണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല അവഹേളിക്കാറുണ്ടായിരുന്നു, മരിച്ചുപോയ ഉമ്മൻചാണ്ടി അടക്കം അവഹേളിക്കുന്ന PV അൻവർ ഗതികിട്ട പ്രേതം പോലെ അലഞ്ഞ് ഒടുവിൽ കോൺഗ്രസിന്റെ വാതിലുകളിൽ മുട്ടി. എന്നിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്രിസ്റ്റൽ ക്ലിയർ നിലപാടെടുത്തു. ഞങ്ങൾക്ക് വേണ്ട ഈ മാരണത്തെ, മാൻഡ്രാക്ക് പോലെ, അപ്പൊ വേണ്ട ഈ മാരണത്തെ എന്ന് പറയുന്നത്. എന്നാൽ പോലും കോൺഗ്രസിലെ ഒരു വിഭാഗം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക അറിയില്ല. ഈ വേസ്റ്റുകളെ തള്ളിക്കളഞ്ഞാൽ കോൺഗ്രസിനെ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. തീർച്ചയായും കേരള രാഷ്ട്രീയത്തിലെ മാലിന്യമായ അൻവറിനെ എടുത്ത് ചുമലിൽ വെക്കേണ്ട ഒരു ആവശ്യം കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അൻവർ ഇവിടെ വന്നാൽ, അൻവർ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. അൻവർ പറയുന്ന ഒരു മണ്ഡലം ഞാൻ കേട്ട ബേപ്പൂർ മണ്ഡലമാണ്. നിലവിൽ PA മുഹമ്മദ് റിയാസ് മത്സരിച്ച് ജയിച്ച പൊതുമരാമത്ത് മന്ത്രി റിയാസിന്റെ ബേപ്പൂർ മണ്ഡലത്തിൽ അൻവർ മത്സരിക്കുമ്പോൾ അൻവർ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് 10 പേരെ തികച്ചില്ല. 10 പേരെ, അധികം കൂടുതൽ വേണ്ട, 10 പേരില്ലാത്ത മണ്ഡലമാണ് ബേപ്പൂര്. പക്ഷെ യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസ് അറിഞ്ഞിട്ടില്ല ഇവിടെ ഈ PV അൻവറിന് ഇവിടെ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടെന്ന്. സത്യം. തൃണമൂലിന്റെ കേരള നേതാക്കന്മാർ വേറെയാണ്. അവര് പറയുന്നത് ഞങ്ങളെ കൂട്ടത്തിലല്ല അൻവറിലെന്ന്. ഇതിന്റെ ഗെയിം എന്താന്ന് നോക്കാം, അൻവറിന് മാത്രമേ. അൻവർ നമ്പർ 1 കച്ചവടക്കാരനാണ്. അൻവറിന്റെ ആ പാർക്കുമായി ബന്ധപ്പെട്ടെല്ലാം വിവാദത്തിന്റെ കൊടുമുടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരം, ആ കക്കാളംപൊയിലെ പാർക്കിലെ യൂത്ത് കോൺഗ്രസിന്റെ സമരം നിരവധി നടന്ന അന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ അവഹേളിച്ച അൻവർ ഇന്ന് കോൺഗ്രസിന്റെ വാതിലിന് മുട്ടി ഇതിൽ അസോസിയേറ്റഡ് മെമ്പറായിട്ട് കയറിയിട്ടുണ്ട്. അൻവറിന് ഏത് സീറ്റില്? ബേപ്പൂരിൽ ഞാൻ പറഞ്ഞതുപോലെ അൻവറിന് 10 ആളില്ല. പിന്നെ അൻവറിന് നിലമ്പൂർ കൊടുക്കാൻ കഴിയില്ല. നിലമ്പൂർ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ്. ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്ത്, ഇപ്പൊ ഷൗക്കത്ത് ജയിച്ച സീറ്റിൽ കോൺഗ്രസ്സുകാർ അൻവറിന് വോട്ട് ചെയ്യോ? തവനൂർ KT ജലീലിനെതിരെ മത്സരിച്ചാൽ അവിടെ കോൺഗ്രസ്സുകാരെ ചവിട്ടിയാൽ അൻവറിന് വേണ്ടി വീട് കയറാൻ 10 തൃണമൂൽ കോൺഗ്രസ്സുകാരുണ്ടോ? അൻവറിന് ആരാളുള്ളത്? അൻവറിന്റെ ഭാര്യയെ, അൻവർ 2 ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലാണ്ട് വേറെ ആരാളുള്ളത്? ചിലപ്പോൾ അവര് പോലും വോട്ട് കൊടുക്കില്ലായിരിക്കും. കാരണം ഇപ്പൊ അൻവർ ഒരു ലൈവ് ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇരിക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ കാണാൻ വരുമായിരിക്കും. ഇപ്പൊ അൻവർ കരുതുന്നത് ആ ലൈവിൽ വരുന്ന ആൾക്കാരെല്ലാം അൻവറിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, അൻവറിന്റെ കൂടെ നിൽക്കുന്നവരാണ്. അപ്പൊ ആ ഒരു സംഖ്യ കണ്ടിട്ടാണ് അൻവർ ഈ തളയ്ക്കുന്നത്. പക്ഷെ അതെന്താണ്, എന്ത് പൊട്ടത്തരം പറയുന്നതെന്ന് അറിയാൻ വേണ്ടി സ്വാഭാവികമായിട്ട് ഒരു ലൈവ് വരുമ്പോൾ എതിർ കക്ഷികളും ഒരാളോട് താല്പര്യമില്ലെങ്കിലും എന്ത് പറയുന്നതെന്ന് അറിയാൻ അവിടെ ആൾ കൂടും. അതെല്ലാം വോട്ടായി മാറണമെന്നില്ല. സോഷ്യൽ മീഡിയയിലെ ലൈക്കിന്റെ കമന്റിന്റെ എണ്ണം വെക്കാണെങ്കിലും അടുത്ത അങ്ങനെ UDFന്റെ അസോസിയേറ്റ് മെമ്പർ ആക്കേണ്ട കുറെ ആളുകളുണ്ട്. തൊപ്പിയെ അസോസിയേറ്റ് മെമ്പർ ആക്കാം, ആറാട്ടണ്ണനെ അസോസിയേറ്റ് മെമ്പർ ആക്കാം, അതോടൊപ്പം അലിൻജോസ് പെരേരെ, പമ്പ, ഡോക്ടർ പമ്പ, ഇവർക്കൊക്കെ ഭയങ്കര ലൈക്കും റീച്ചൊക്കെ ഉണ്ട്. പക്ഷെ നെഗറ്റീവാണ്. ഈ നമ്മളിപ്പോ ഒരു രാഷ്ട്രീയ നേതാവ് ലൈവ് ഇടുമ്പോ അതിപ്പോ ആരാട്ടെ, നമ്മൾ ഇവനെന്താ പറയുന്നത് കേൾക്കാൻ നമ്മളും എടുത്തു നോക്കും. ആരാധന ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വരും ലൈവ് പോകുന്നു. അപ്പൊ നമ്മൾ വെറുതെ പോയി നോക്കിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. അതിന്റെ അർത്ഥം സോഷ്യൽ മീഡിയ ലൈക്കിന്റെ എണ്ണോ അല്ലെങ്കിൽ കമന്റിന്റെ എണ്ണോ അനുസരിച്ചല്ല ആളുകളെ തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സ്വീകരിച്ച നിലപാട് തന്നെയാണ് കേരളം കൈയടിക്കുന്ന നിലപാട് എന്ന കാര്യത്തിൽ
കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അല്ലാതെ എന്തുകൊണ്ട് ഇപ്പൊ ആ നിലപാട് ദൗർഭാഗ്യവശാൽ മാറ്റിയത്? ചില നേതാക്കന്മാരുടെ അടക്കം താല്പര്യപ്രകാരം കോൺഗ്രസ് പിന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ ഭിന്നും വിജയം നേടിയ സാഹചര്യത്തിൽ ആ വിജയത്തിന്റെ മാറ്റി കുറയ്ക്കാനാണ് അൻവറിനെ പോലത്തെ ആളുകൾ എടുത്തത്. അൻവർ അവിടെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. ചിലർക്ക് 7 വോട്ട്, 9 വോട്ട്, 10 വോട്ട്, ഇതാ വോട്ടിന്റെ എണ്ണം. പിന്നെ അൻവറിനെ എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇതിന്റെ പാപഭാരം ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ് അനുഭവിക്കാൻ കിടക്കുന്നില്ല. കോൺഗ്രസ് ഇപ്പോൾ എടുത്ത് ഒക്കത്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് എടുത്ത് തലയിൽ വെച്ചിരുന്ന ഒരു വേതാളത്തിനെയാണ്. ഈ വേതാളത്തിനെ കൊണ്ടുള്ള ഉപദ്രവം കോൺഗ്രസ് ആരംഭിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. കാരണം അൻവർ സീറ്റിൽ മത്സരിച്ച് അൻവർ തോക്കും. തോറ്റാലും പിന്നെ ഇയാൾ ഈ കോൺഗ്രസിനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. തീർച്ചയായും. കാരണം അൻവർ മത്സരിച്ചാൽ ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിൽ അൻവറിന് വേണ്ടി പോസ്റ്റ് ഇടുന്ന AC റൂമിൽ ഇരുന്ന് പോസ്റ്റ് ഇടുന്ന ആളുകളല്ല കോൺഗ്രസ്സുകാർ. കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ പ്രവർത്തകർ. അവർ രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വന്നിട്ട് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അവർ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കുന്ന ആവശ്യപ്പെട്ടവർക്ക് വോട്ട് ചെയ്യില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനെയും രമേശ് ചെന്നിത്തലയും മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെയും അടക്കം നാഴികയ്ക്ക് 40 വട്ടം തെറി പറഞ്ഞൊരുത്തന് ഇത്തരം സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യില്ല. അല്ലാണ്ട് AC റൂമിലിരുന്ന് കോൺഗ്രസിന്റെ കൊടി പിടിക്കാത്ത ഈ കുറെ സൈബർ പോരാളികൾ, സ്വയം പ്രഖ്യാപിത സൈബർ പോരാളികൾ, രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ഇവരും അന്നല്ല കോൺഗ്രസ്സുകാർ. കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ പിന്നെ പറമ്പിൽ പണിക്ക് പോകുന്നവനും തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ചേച്ചിമാരും കെട്ടിന്റെ പണിക്ക് പോകുന്ന ആളുകൾ, അല്ലാണ്ട് AC റൂമിലിരുന്നാൽ അല്ല വിധി നിർണ്ണയിക്കുന്ന കേരളത്തിലെ. അല്ല, ഇതിപ്പോ PV അൻവർ തോൽക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു പക്ഷേ ഈ ഏതെങ്കിലും ഒരു മണ്ഡലം കൊടുത്ത് ജയിക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു ജയിച്ചാൽ എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത്? വേണേ മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാനും ഒരു നാണക്കേടുമില്ല. ഉളുപ്പില്ലാത്ത ആൾക്ക് ഒരു ഉളുപ്പുമില്ലാതെ വേണേ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ചോദിക്കുകയും ചെയ്യും. തീർച്ചയായും. അത്തരത്തിലാണ് ഒന്നാമത്തെ കാഴ്ച. CK ജാനു ആദിവാസികളുടെ നേതാവാണ്. ആദിവാസികളുടെ സമരങ്ങളിൽ നേതൃത്വം നൽകിയ നേതാവാണെന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. CK ജാനുവിന്റെ സമര പോരാട്ടങ്ങളൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. കൃത്യമായ ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത വ്യക്തിത്വമാണ്. മുത്തങ്ങയിലെ വെടിവെപ്പ് ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ നെടുനായകത്വം വഹിച്ച വ്യക്തി. പക്ഷേ CK ജാനു BJPയുടെ ആലയത്തിൽ ചെന്ന് ചേർന്ന് BJPയുടെ ചേർന്ന് എല്ലാം പറ്റിക്കൂടി രാഹുൽ ഗാന്ധിക്കെതിരെ അടക്കം വയനാട്ടിൽ മത്സരിക്കുമ്പോൾ പ്രചരണ രംഗത്തിറങ്ങി. ആ CK ജാനുവിന് സുപ്രഭാതത്തിൽ UDF എടുക്കുമ്പോൾ CK ജാനുവിന് തികച്ച് 10 വോട്ട് ഈ സ്ഥലത്താണുള്ളത്. സ്വന്തം പഞ്ചായത്തിൽ പോലും അവർക്ക് കിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അൻവറുമായി താരതമ്യം CK ജാനു മെച്ചമാണ് എന്ന കാര്യത്തിൽ. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം. മാനന്തവാടിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ നേരിട്ട് ഇടപെട്ടിട്ടാണ് മണിക്കുട്ടൻ പണിയൻ എന്ന് പറഞ്ഞ ആ പണിയ വിഭാഗത്തിലെ ആദ്യത്തെ MBA കാരനാണ് അവർ. അതായത് കഴിഞ്ഞ തവണ മാനന്തവാടിയിൽ അമിത്ഷാ നേരിട്ട് ഇടപെട്ട് മണിക്കുട്ടൻ പണിയൻ എന്ന ആ പണിയ വിഭാഗത്തിലെ ആദ്യത്തെ MBA കാരനാണ്. അയാളെ നേരിട്ട് ഇടപെട്ട് സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷെ അയാൾ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന ഒരൊറ്റ ബോധ്യത്തിൽ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അപ്പോൾ ഇത്തവണ ഈ മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ അയാളെ പരിഗണിക്കേണ്ടതല്ലേ? തീർച്ചയായും. അവിടെ മണിക്കുട്ടനുണ്ട്, അതുപോലെ മുൻ മന്ത്രി PK ജയലക്ഷ്മി ഉണ്ട്. അത്തരത്തിൽ നമ്മൾ ഇപ്പൊ പുറത്തേക്ക് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊന്നും താരമാകാത്ത ആ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വനിതയുണ്ട്. അവരവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരുടെ പേര് ഓർമ്മയില്ല. അങ്ങനെ നിരവധിയായ ആളുകളുണ്ട് അവിടെ. ഞാൻ കരുതുന്നത് CK ജാനുവിന് മാനന്തവാടി കോൺഗ്രസ് കൊടുക്കില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ കോൺഗ്രസ് കൊടുക്കില്ല. CK ജാനു മത്സരിച്ചാൽ അവിടെ തോൽക്കും. അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കട്ടെ. കാരണം കോൺഗ്രസ് പ്രവർത്തകർ 5-10 വർഷക്കാലം ഭരണത്തില്ലാത്ത സമയത്ത് പോസ്റ്റർ ഒട്ടിക്കാനും അടികൊള്ളാനും അവിടെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും താഴെത്തടയിൽ പ്രവർത്തനം നടത്താനും കോൺഗ്രസ് പ്രവർത്തകരും അവിടെ ഇന്നലെ വന്ന് CK ജാനു മാനന്തവാടി സ്ഥാനാർത്ഥിയാൽ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് ചെയ്യില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിപ്പോ ഭരണം കിട്ടിയില്ലെങ്കിൽ വേണ്ടി അവർ വോട്ട് ചെയ്യില്ല. കാരണം അവിടെ ഇത്തരത്തിൽ ജയലക്ഷ്മിയെ പോലെ ഈ മണിക്കുട്ടനെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യക്തിയെ ആളുകൾ പുറത്തറിയപ്പെടാത്ത അവരൊരു പക്ഷേ AC റൂമിലിരുന്ന് PR വർക്ക് ചെയ്യിപ്പിക്കുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ PR പ്രവർത്തനം കൊണ്ട് അവരെ സാമൂഹ്യ മാധ്യമം നമ്മൾ അറിയില്ല. പക്ഷെ അവർ ആ മാനന്തവാടി മണ്ഡലത്തിൽ സുപരിചിതരാണ്. അത്തരത്തിലുള്ള ആളുകൾ മത്സരിക്കട്ടെ. മാനന്തവാടി മണ്ഡലം CK ജാനുവിന് കൊടുത്താൽ അത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡിത്തമായിരിക്കുമെന്ന് മാത്രമല്ല, മാനന്തവാടിയിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയില്ല. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് എഴുതി വെക്കാം. CK ജാനു മത്സരിച്ചാൽ മാനന്തവാടിയിൽ ഇടതുപക്ഷത്തിന്റെ വിജയം സുനിശ്ചിതമാണ്. അടുത്തത് കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കുറേ ദിവസമായി ചർച്ച നടത്തുന്നു. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ജോസ് കെ മാണിയെ സോണിയാഗാന്ധി വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം വിശ്വസനീയമായ കാര്യമാണ്. പക്ഷേ ജോസ് കെ മാണി വന്നാലും ആ പാർട്ടിയിലെ ഒരു വിഭാഗം UDF-ലേക്ക് വരില്ല. പാർട്ടി പിളരും. പാർട്ടി രണ്ടായി പിളർന്നാലും അതിൽ എത്രത്തോളം അണികൾ ഇങ്ങോട്ട് വരും. ഈ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ തട്ടകമായ പാലാ നഗരസഭയിൽ അടക്കം കോൺഗ്രസ് ജയിച്ചത് മാണിയുടെ സഹായം ഉണ്ടായിട്ടല്ലല്ലോ. ഇത് തിരിച്ചറിയാനുള്ള ബോധ്യം അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള ബുദ്ധി കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇല്ലാതായി പോകുന്നു എന്നത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തിനാണ് ജോസ് കെ മാണിയെ വീണ്ടും ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുന്നത്? അവൻ ചോദിക്കുന്ന സീറ്റ് കൊടുത്തിട്ട് അവിടെ കോൺഗ്രസ് പ്രവർത്തകർ വേർപ്പൊഴിക്ക് അവരെ മത്സരിപ്പിക്കാനാണോ?
ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കോൺഗ്രസിന് ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ CK ജാനുവിൻ്റെയോ ബേബി അൻവറിൻ്റെയോ പിന്തുണയില്ലാതെ കേരളത്തിൽ ഭരണം പിടിക്കാൻ കഴിയുന്ന, കേരളത്തിൽ ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിയുന്ന സാഹചര്യമാണ്. ഇത്തരത്തിലുള്ള ആളുകളെ എടുത്ത് തലയിൽ വെച്ച് ആ ഒരു സാഹചര്യം ഇല്ലാതാക്കരുത് കോൺഗ്രസ്. ജോസ് കെ മാണി ഇവിടേക്ക് വന്നാലും ജോസ് കെ മാണിക്കൊപ്പം അണികളും ഒരു വിഭാഗം നേതാക്കന്മാരും വരില്ല. റോഷി അഗസ്റ്റിനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, പ്രമോദ് നാരായണ പോലെയുള്ള MLA മാർ, മന്ത്രി റോഷി അഗസ്റ്റിനൊന്നും ഇവിടേക്ക് വരില്ല. ആ പാർട്ടി രണ്ടായി പിളരും. ഇനിയും ഒരു പിളർപ്പ്, പിളർപ്പിന് ശേഷം ബാക്കി വരുന്ന കേരള കോൺഗ്രസ് UDFിലേക്ക് വരിക. അത് വന്നാൽ ജോസഫ് വിഭാഗത്തിൽ ഒരു വിഭാഗം ചിലപ്പോൾ മറുകണ്ട ചാടാൻ സാധ്യതയില്ല. എന്തിനാണ് ഇത്തരം ഒരു രാഷ്ട്രീയ നാടകത്തിന് വേദിയൊരുക്കേണ്ട സാഹചര്യമെന്ന് കോൺഗ്രസ് ചിന്തിക്കണം. കാരണം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളുടെ സാന്നിധ്യമില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. കോൺഗ്രസ് 100 സീറ്റ് നേടി അധികാരത്തിൽ വരും. ഇത്തരം ആളുകളുടെ പിന്തുണ കോൺഗ്രസിന് ആവശ്യമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ജോസ് കെ മാണി ഇപ്പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ഇതെല്ലാം കൃത്യമായി ചർച്ച ചെയ്യും. ജോസ് കെ മാണി വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസിന്റെ വിജയം സുനിശ്ചിതമാണ്. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കൊണ്ടുവരരുതെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം.